തലസ്ഥാന നഗരത്ത് ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് ന്യൂഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടി നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുകയുണ്ടായി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് യുവാക്കളാണ് അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത്. സിനിമ, ചലച്ചിത്ര, കലാമേഖലകളിലുള്ള പല പ്രമുഖരും അതേ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് എത്തുകയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിന് സമാനമായ പല പ്രക്ഷോഭങ്ങളും ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് പ്രതിപക്ഷത്തെയോ ഭരണപക്ഷത്തെയോ ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഒരു സെലിബ്രിറ്റിയായിരുന്നു. പേളി മാണി എന്ന് പറയുന്ന അവതാരകയായും സിനിമാ നടിയുമായും ഒക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു പ്രമുഖയാണ് ഈ കാര്യം ഏറ്റവും കൂടുതൽ ബാധിച്ചത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പേളി തൻ്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് വളരെ വൈറലായി. ഇതിനെ ചുറ്റിപ്പറ്റി പിന്നീട് ധാരാളം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായി. പേളിക്ക് ഏകദേശം 5 ലക്ഷത്തോളം ഫോളോവേഴ്സാണ് കേവലം 2-3 ദിവസം കൊണ്ട് തന്നെ നഷ്ടമായത്. എന്നാൽ അതിനൊപ്പം തന്നെ പേളി പെട്ടെന്ന് തന്നെ വിശദീകരണവുമായി ഫോളോവേഴ്സ് കുറയുന്നതിനോടൊപ്പം രംഗത്ത് വരികയും ചെയ്തു. ഒരു കാലത്ത് മലയാളികളുടെ ഇഷ്ട യൂട്യൂബർ തന്നെയായിരുന്നു പേളി മാണി. വ്യത്യസ്തമായ കണ്ടന്റുകൾ കൊണ്ടും വേറിട്ട പരിപാടികൾ കൊണ്ടും ലക്ഷക്കണക്കിന് ആരാധകരെയാണ് പേളി ആകർഷിച്ചത്. ബോളിവുഡ് താരങ്ങളെ വരെ അഭിമുഖം നടത്തിയിട്ടുള്ള പേളി മാണിയുടെ വീഡിയോകൾക്ക് വലിയ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പേളി മാണിയെ ലക്ഷക്കണക്കിന് പേരാണ് പല പ്ലാറ്റ്ഫോമുകളിലും പിന്തുടരുന്നത്. അവതാരക എന്നതിലുപരി പേളി മാണിയുടെ സ്വകാര്യ ജീവിതം പോലും അറിയാൻ പ്രേക്ഷകർക്ക് വലിയ ആകാംക്ഷയായിരുന്നു. അത് തുറന്നു പറയുന്നതിൽ പേളിക്ക് യാതൊരു വിമുഖതയും ഉണ്ടായിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പേളി മാണിയും പ്രേക്ഷകരും ഒന്നായാണ് ആ പ്ലാറ്റ്ഫോമിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് പ്രകടിപ്പിക്കുന്ന ചാഞ്ചാട്ടം തന്നെയാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. അത്തരത്തിലുള്ള സംഭവമാണ് ഇപ്പോൾ പേളി മാണിയുടെ ജീവിതത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, അടുത്തിടെ നടന്ന ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനവും അത് വരുത്തിവെച്ച വിവാദവുമാണ് സംഭവം. അതിനുശേഷം പേളിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പല കോണുകളിൽ നിന്നും കടുത്ത വിമർശനങ്ങളാണ് പേളി മാണിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സമരത്തിന്റെ അന്തസത്ത ഇല്ലാതാക്കിയെന്നും ഇത്തരമൊരു പ്രതികരണത്തിന്റെ ആവശ്യമില്ല എന്നുമൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ വിമർശനങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അവിടെയല്ല ഇക്കാണുന്ന വിവാദങ്ങളിലേക്ക് സംഭവത്തെ കൊണ്ടെത്തിച്ചത്. സിബി മലയിലിന്റെ മകൻ ജോ മലയിൽ ഇൻസ്റ്റഗ്രാമിൽ പേളിയുടെ നിലപാടിനെ കുറിച്ച് പങ്കുവച്ച ഒരു പോസ്റ്ററായിരുന്നു അതിന് ആധാരം. അതിൽ കടുത്ത വിമർശനങ്ങളായിരുന്നു അദ്ദേഹം പേളിക്കെതിരെ ഉന്നയിച്ചത്. അതിന് പേളി നൽകിയ മറുപടിയിൽ പരാജയപ്പെട്ട സംവിധായകൻ എന്നുകൂടി ചേർത്തതോടെയാണ് പേളിക്കെതിരെ വിമർശനം കടുത്തത്. അതിൽ പിന്നീട് വിശദീകരണവുമായി പേളി രംഗത്ത് വന്നിരുന്നു. വീഡിയോയ്ക്ക് താഴെ പോലും കടുത്ത വിമർശനമാണ് പേളി നേരിടുന്നത്. യാതൊരു ആത്മാർത്ഥതയും കൂടാതെയാണ് പേളി ഈ വീഡിയോ ചെയ്തതെന്നാണ് പലരും ഉയർത്തുന്ന ആക്ഷേപം. പരീക്ഷയ്ക്ക് പഠിച്ചു പറയുന്നത് പോലെയുണ്ട് എന്ന് ഒരാൾ നൽകുന്ന മറുപടി. ഈ വിശദീകരണത്തിന് മറ്റൊരു വിശദീകരണം കൂടി വേണ്ടിവരുമെന്നും മലയാളികളെ മണ്ടന്മാരാക്കല്ലേ എന്നിങ്ങനെയുള്ള കമന്റുകളും അതിൽ കൂടുതലായുണ്ട്. ഈ വീഡിയോയിൽ പോലും എതിർ കമന്റുകൾ പേളി ഡിലീറ്റ് ചെയ്യിക്കുന്നുവെന്ന ആക്ഷേപവും ചിലർ ഉയർത്തുന്നുണ്ട്. സിബി മലയിലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിലും പേളിയുടെ നിലപാടിന് ഒട്ടും ആത്മാർത്ഥത ഇല്ല എന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. സാധാരണഗതിയിൽ കാണാത്ത തരത്തിലുള്ള എതിർ സ്വരങ്ങളാണ് ഇത്തവണ കമന്റ് ബോക്സിൽ കൂടുതലായി കാണുന്നത്. അതിനിടെ സോഷ്യൽ മീഡിയയിലെ കമന്റ് രൂപത്തിൽ മാത്രമല്ല പേളി എതിർപ്പ് നേരിടേണ്ടി വരുന്നത് ബഹിഷ്കരണവും ചിലർ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ തെളിവാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാണുന്ന പേളിയുടെ അക്കൗണ്ടുകളിൽ ഉണ്ടായിരിക്കുന്ന ഇടിവ്. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നിവയിലായി ആകെ 4 ലക്ഷത്തോളം പേരെയാണ് പേളിക്ക് നഷ്ടമായത്.